തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലുമായി 5 റെയിൽവേ ഗേറ്റുകളാണ് വാഹനയാത്രക്കാരെ കുരുക്കിയിടുന്നത്. മേൽപ്പാലങ്ങൾ അനുവദിച്ചുവെന്ന പ്രഖ്യാപനമല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞും യാഥാർത്ഥ്യമായില്ല. മനുഷ്യച്ചങ്ങല തീർക്കൽ ഉൾപ്പെടെ പ്രക്ഷോഭവുമായി വ്യാപാരികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. യാത്ര ചെയ്യുന്നവരെ പിന്നോട്ടടിപ്പിക്കുന്ന തരത്തിലാണ് തൃക്കരിപ്പൂരിനെ വരിഞ്ഞുമുറുക്കി 5 റെയിൽവേ ഗേറ്റുകൾ. തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിൽ ബീരിച്ചേരി റെയിൽവേ ഗേറ്റാണ് വഴിമുടക്കി നിൽക്കുന്നതെങ്കിൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം കണ്ട വലിയ പറമ്പിലേക്കുള്ള കവാടമായ വെള്ളാപ്പ് റോഡിലാണ് രണ്ടാമത്തെ ഗേറ്റ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അതിരിലുള്ള നടക്കാവ് ഉദിനൂർ പ്രധാന പാതയിലാണ് 3ാമത്തെ റെയിൽവേ ഗേറ്റ്. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിനടുത്താണ് തങ്കയം ഇളമ്പച്ചി പാതയിൽ 4ാമത് ഗേറ്റ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ തെക്കനതിരിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒളവറ ഉളിയത്ത് കടവിലേക്കുള്ള പാതയിലാണ് 5ാമത്തെ റെയിൽവേ ഗേറ്റ്. ഇവിടങ്ങളിലൊക്കെ മേൽപ്പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം അധികൃതർ നടത്തിയിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് നിരവധി പഞ്ചായത്തുകളിലെ ജനങ്ങളെ യാത്രാദുരിതത്തിലാക്കുകയാണ്. വലിയ പറമ്പ്, പടന്ന, തൃക്കരിപ്പൂർ, പിലിക്കോട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ തീരമേഖലയിലുള്ള 10,000-ങ്ങൾക്ക് ടൗണുകളിൽ എത്തിച്ചേരാൻ മറ്റ് മാർഗങ്ങളില്ല. രാവിലെ മുതൽ രാത്രി വരെ റെയിൽവേ ഗേറ്റുകളിൽ പ്രദേശങ്ങളിലുള്ളവരുടേത് കുരുങ്ങിക്കിടക്കുന്ന ജീവിതചക്രമായി മാറി. 40-ൽ പരം സ്വകാര്യ KSRTC ബസ്സുകൾ കടന്നുപോകുന്ന തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിലെ ബീരിച്ചേരി റെയിൽവേ ഗേറ്റിൽ 2016-ൽ പ്രഖ്യാപിച്ചതാണ് മേൽപ്പാലം. പക്ഷേ പ്രഖ്യാപനത്തിനപ്പുറം കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. സാങ്കേതിക കുരുക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് മേൽപ്പാല നിർമ്മാണം വൈകിപ്പിക്കുന്നത്. 5 ഇടങ്ങളിലും മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടക്കാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ്. മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കണമെന്നും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 28-ന് 100-കണക്കിന് ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർക്കാൻ തീരുമാനിച്ചു. കടകളടച്ച് ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് മുതൽ ടൗണിലെ വെള്ളാപ്പ് റോഡ് ജംഗ്ഷൻ വരെയാണ് മനുഷ്യച്ചങ്ങല തീർക്കുക. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 17-ന് വെള്ളിയാഴ്ച വൈകുന്നേരം വ്യാപാര ഭവനിൽ വിവിധ സംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള സംഘാടക സമിതി രൂപീകരണം നടക്കും. വ്യാപാരികളുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട സമരമാണ് സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടം പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിനു മുന്നിൽ ധർണാ സമരം നടത്തിയിരുന്നു. റെയിൽവേ ഗേറ്റുകൾ അടച്ചിടുമ്പോഴാണ് തൃക്കരിപ്പൂർ ടൗണിൽ നിരന്തരം ഗതാഗതക്കുരുക്കുണ്ടാകുന്നത്. പ്രശ്നപരിഹാരം വേഗത്തിലുണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു. മേൽപ്പാലങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് തൃക്കരിപ്പൂരിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് കഴിഞ്ഞ മാസം ഫെബ്രുവരി 5-ാം തീയതി പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ ധർണ നടത്തുകയും അതിനുശേഷം ഒരു പരിഹാരം കാണാത്ത സ്ഥിതിക്ക് ഞങ്ങൾ അടുത്ത സമരങ്ങളിലേക്ക് കടക്കുകയാണ്. അടുത്ത ഘട്ട സമരം നിലയിൽ ഈ മാസം അവസാനം തൃക്കരിപ്പൂരിൽ ഒരു മനുഷ്യച്ചങ്ങല, എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങല തീർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുമായി ആലോചിക്കുന്നതിന് വേണ്ടി നാളെ ഒരു പ്രത്യേക തൃക്കരിപ്പൂരിലെ മുഴുവൻ സാംസ്കാരിക രാഷ്ട്രീയ വ്യക്തികളെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തൃക്കരിപ്പൂർ വ്യാപാരികൾ ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാവുന്നതുവരെ നിരന്തരം സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉറുമിസ്, തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.